നമസ്കാരം എല്ലാവർക്കും. ഇന്നേ നല്ലൊരു വെട്ടിക്കട്ട് ഐറ്റം കേട്ടോ, ഒരു ഗോബി 65. നമുക്ക് സ്നാക്സായിട്ടും അല്ലാതെ നമുക്ക് ചോറും കറിക്കും എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കല്ലോ കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, ഷെഫ് സജി എന്ന് പറയുന്ന ചാനൽ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റായിട്ട് ഇട്ടിട്ട് കാണും. എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാ കേട്ടോ നമ്മുടെ കോളിഫ്ലവർ. ഇത് കണ്ടോ, ഇതൊന്നും നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം കളഞ്ഞു കഴിയുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ, ഞാൻ ഒറ്റ കോളിഫ്ലവർ എടുത്തിട്ടുള്ളേ ഉണ്ട്. പക്ഷേ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഈ സാധനം. ഇതിൻ്റെ ഉള്ളിൽ പുഴുവൊക്കെ കാണും. അതുകൊണ്ട് നമുക്ക് ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കേണ്ട സാധനം കേട്ടോ. നന്നായിട്ട് കഴുകി ഇതിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കേണ്ട സാധനം കേട്ടോ ഇത്. അപ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് നടത്തിയെടുത്ത് നന്നായിട്ട് കഴുകി റെഡിയാക്കി വരാവേ. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഒത്തിരി ചെറിയ പീസാക്കണ്ട കേട്ടോ. 65-ന് ഒരു മീഡിയം വലുപ്പം, ഏകദേശം ഈ ഒരു വലുപ്പം മതി. കണ്ടോ, ഇത്രയും ഒരു വലുപ്പം മതി. ഈ നടുക്കത്തെ സാധനമൊക്കെ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഈ ഫ്ലവർ മാത്രമേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇത്രയും ഫ്ലവറേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഒറ്റ ഫ്ലവറേ എടുത്തിട്ടുള്ളേ. അതിൽ ചെറിയൊരു കോളിഫ്ലവറേ നമ്മളെടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഉച്ചി ഉപ്പൊക്കെ ഇട്ടുന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. വെജിറ്റബിളെല്ലാം നല്ല മഞ്ഞൾപ്പൊടിയിൽ നല്ല കഴുകി വൃത്തിയായിട്ട് എപ്പോഴും കുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഇത് ഉണക്കി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റിന് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തുള്ള ഇത് എല്ലാം നല്ല ഫ്രഷായിട്ട് കിട്ടും. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് റെസ്റ്റിന് വെക്കട്ടെ കേട്ടോ. നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യണം. ഒത്തിരി ഓവർ ബോയിൽ ആവരുത്, കുറച്ച് ബോയിലായാൽ മതി. ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട സാധനമല്ലേ, ഉള്ളൊക്കെ നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ തീ കത്തിക്കുവാണേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമെല്ലാം തിളച്ചൊന്ന് ബോയിലായി വരുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പൊക്കെ അതിൽ കോളിഫ്ലവറിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനിയിപ്പം ഫ്രൈ ചെയ്യുമ്പോൾ അത് ബാക്കി ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ആ മസാലയ്ക്ക് കണക്കായിട്ടുള്ള കുറച്ച് ഉപ്പിട്ടാൽ മതിയാവും. നമുക്ക് 65-ൻ്റെ മസാല ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഓൾറെഡി അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അപ്പം ജിഞ്ചർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചോപ്പ് ചെയ്തിടാം. ഇത് നമുക്ക് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വെള്ളമെല്ലാം. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോളിഫ്ലവർ. ഇതിപ്പോൾ ഒത്തിരി ഓവർ ബോയിൽ ആവരുത് കേട്ടോ. ഓവർ ബോയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇതുണ്ടോ അതുകൊണ്ടൊക്കെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തു കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടെ നല്ല ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്യാം. അപ്പോൾ നല്ല ഫൈൻ ചോപ്പിങ് ആയിരിക്കണം കേട്ടോ. ഇതിപ്പം എന്നാലേ നമ്മുടെ കോളിഫ്ലവറിലോട്ടൊക്കെ മസാലയോടെ ഈ സാധനം പിടിക്കുകയുള്ളൂ. പച്ചമുളകും കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. ഞാൻ ഓൾറെഡി ഇതിനകത്ത് പേസ്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇഞ്ചി ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലെ നമുക്ക് ഈ കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് ഇത് കണക്കൊന്ന് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിടണം. നമ്മൾ ഓൾറെഡി ഇത് ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ചോപ്പ് ചെയ്യാതെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ഫ്രൈ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇത്ര സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ, നമ്മൾ ഒറ്റ കോളിഫ്ലവറിലേ ഉള്ളൂ. അപ്പോൾ ഓവർ ബോയിൽ ആവരുത്, പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ഇത് ഓവർ ബോയിലൊന്നും ആയിട്ടില്ല, കറക്റ്റ് നമ്മൾ ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ബോളിനകത്തോട്ട് നമുക്ക് ഇടാം കേട്ടോ.
നമുക്കിനകത്തോട്ട് മസാല ആഡ് ചെയ്യണം. മസാല ആഡ് ചെയ്യുന്നത് കാണിക്കാവേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആട്ടോ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു രണ്ടല്ലി മതിയാവും വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടെ നമുക്ക് ഇടാവേ. അതും ആഡ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ എന്നുള്ള കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ഒത്തിരി മുളക് പൊടി മസാല ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കറുത്തിരിക്കും, കളർ മാറിപ്പോകും. അതുകൊണ്ട് മസാല ഇടും ഇച്ചിരി കുറച്ച് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ കേട്ടോ. നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ. ഇപ്പോൾ കുറച്ച് സാൾട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഉറക്കണം ബോയിൽ ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നോക്കി മാത്രം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗരം മസാല നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ല ഒരു കളറോടെ കിട്ടും കേട്ടോ. പിന്നെ ഫുഡ് കളറൊക്കെ ചിലർ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഫുഡ് കളറൊന്നും ആഡ് ചെയ്യണമെന്നില്ല. അതൊരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. കളറ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പം കളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിരിക്കും കാണാൻ. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പം കളറൊന്നും ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പം നമുക്ക് കുറച്ച് വിനെഗറും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഒത്തിരി വിനെഗർ വേണ്ട, ഒത്തിരി പുളിയായി പോകല്ലോ കേട്ടോ. ഇനി എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കണം. അപ്പോഴേ നമ്മുടെ 65-ൻ്റെ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് റൈസ് പൗഡറും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല കുറച്ച് കോട്ടിങ് ഉണ്ടാകും, നല്ല ക്രിസ്പിനെസ്സും കാണും. നമ്മളിത് വറുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് കിട്ടും. കുറച്ച് റൈസ് പൗഡർ, അതിപ്പോൾ പുട്ടുപൊടിയുടെ പൗഡറാണ്, എന്താണെങ്കിലും അത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് 65-ൻ്റെ അകത്ത് വേണമെങ്കിൽ കുറച്ച് പെരിഞ്ചീരപ്പൊടിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അത് ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 65-ന് പെരിഞ്ചീരപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നന്നായിട്ട് നമുക്കിതൊന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ കോൺഫ്ലോർ നമ്മൾ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ കോൺഫ്ലോർ ഇട്ട് കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലയെല്ലാം ഇളകി പോകാതിരിക്കും കേട്ടോ. കോളിഫ്ലവറിലോട്ട് നന്നായിട്ട് മസാല എല്ലാം പിടിക്കും. വെജിറ്റബിൾ കോളിഫ്ലവറും കൂടെ ആയതുകൊണ്ട് നമുക്ക് മസാല നന്നായിട്ട് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. കുറച്ച് കോട്ടിങ് ഉണ്ടാവണം നമുക്ക് കോളിഫ്ലവർ ഇതിങ്ങനെ 65 ആക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് അധികം ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ചെറിയൊരു പാത്രം മതിയാവും. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. ഞാൻ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉറക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് എണ്ണയ്ക്ക് നല്ല കറക്റ്റ് ചൂടായിരിക്കണം. ചൂട് കുറഞ്ഞു പോയാലും ചൂട് കൂടിപ്പോയി കഴിഞ്ഞാലും 65 നമ്മുടെ കുളമാകും. അപ്പോൾ കറക്റ്റ് എണ്ണയുടെ ചൂടായിരിക്കണം. അല്ലെങ്കിൽ ചൂട് കുറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയെല്ലാം ഇളകിപ്പോവും. കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തെല്ലാം ഇങ്ങോട്ടൊരു ബ്ലാക്ക് കളറായി പോവും, കരിഞ്ഞോണക്കായി പോവും, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് ചൂടായിരിക്കണം കേട്ടോ എണ്ണയ്ക്ക്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായിക്കോട്ടെ. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ നമുക്ക് പെറുക്കിയിടാം. ഒത്തിരി ലോഡ് കൂടുതലിടല്ലോ കേട്ടോ. ഒത്തിരി ലോഡ് കൂടുതലിട്ട് കഴിഞ്ഞാൽ
എല്ലാം കൂടെ ഒന്നിച്ച് ഒട്ടിപ്പിടിച്ച് പോകും. അപ്പം നമുക്ക് രണ്ടായിട്ട് ഇത് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണയല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മൾ ഇടുമ്പം മാക്സിമം ഓരോരോ പീസായിട്ട് തന്നെ നിരത്തി ഇടാൻ വേണ്ടി തന്നെ ഓർക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇട്ട് കഴിഞ്ഞ് അന്നേരം നമ്മളിത് മിക്സ് ചെയ്യില്ല കേട്ടോ. കുറച്ചൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് കിടന്നതിന് ശേഷം മാത്രമേ നമ്മളൊന്ന് ഇളക്കി ഇടാവുള്ളൂ കേട്ടോ. അന്ന് ഇട്ട സ്പോട്ടിൽ നമ്മൾ ഇളക്കാൻ പോയി കഴിഞ്ഞാൽ മസാല എല്ലാം ഇളകിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് ഏത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് ഫ്രൈ ചെയ്യുന്നതായാലും നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടേ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ 65 ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ച കറിവേപ്പില. നമുക്കിത് ഒത്തിരി ഫ്രൈ ആവാനില്ല, എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ കോളിഫ്ലവർ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒത്തിരി സമയം ഫ്രൈ ആകണ്ട. ഉള്ളൊക്കെ ഓൾറെഡി നമ്മുടെ കോളിഫ്ലവറിൻ്റെ വെന്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മൾ ഇത് എണ്ണയിലോട്ട് ഇടുമ്പോൾ മാക്സിമം ഒന്നിൽ തട്ടാതെ ഇങ്ങനെ നിരത്തി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമതിട്ട 65 ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സമയം വേണ്ട, നമുക്കൊരു 5-6 മിനിറ്റ് മതിയാവും ഇതൊന്ന് ഫ്രൈ ആയിട്ടെടുക്കുക. കറക്റ്റ് എണ്ണയുടെ ചൂട് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 മിനിറ്റ് മതിയാവും ഇതൊന്ന് ഫ്രൈ ആയി വരാൻ. ഒത്തിരി ഓവർ ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ 65 നോക്കി എന്ത് സൂപ്പറാണെന്ന് നോക്കിയാൽ കാണാൻ. ഗോബി 65 കുറച്ച് സവോള എല്ലാം ഇട്ട് നല്ല ഗാർണിഷ് ചെയ്ത് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നല്ല അടിപൊളി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ മതി കേട്ടോ, നല്ല ഈ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല രസമില്ലേ? അപ്പോൾ ഗൈസ്, ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതേ നമുക്ക് സ്നാക്സ് ഉണക്കി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനം. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുന്ന വഴിയറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കറക്റ്റ് ഉപ്പൊക്കെയാണ്. ഇത് നമുക്ക് കുറച്ച് നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞൊഴിച്ച് ഈ സവാള ഇങ്ങനെയിട്ട് കടിച്ച് ഇതിനാണ് നല്ല ടേസ്റ്റാണ്. സ്നാക്സ് കൊണ്ടൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായി ഇതുപോലുള്ള നല്ല കിഡിനെ റെസിപ്പിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നത് ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.